എനിക്ക് ഡെയിലി ഇങ്ങനെ കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് സ്ട്രെസ്സാണ്. എനിക്ക് സ്ട്രെസ്സെന്ന് വെച്ചാൽ അമ്മൂമ്മയ്ക്ക് എന്തോ അപ്പൂപ്പൻ മരിച്ചതിന് ശേഷം അമ്മൂമ്മയ്ക്ക് എന്തെങ്കിലും പറ്റുമോ, അമ്മൂമ്മ ഒറ്റയ്ക്കായിപ്പോയി. കാരണം ഈ നിൽക്കുന്ന ആൾക്കാരൊന്നും അങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല. അവർ വന്നിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പോവും. പിന്നെ അമ്മൂമ്മയുടെ കുറച്ച് സാധനം അമ്മൂമ്മയ്ക്ക് സ്റ്റെപ്പൊന്നും കയറി പോകാൻ പറ്റത്തില്ല. അപ്പോൾ അമ്മൂമ്മ മുമ്പേ അപ്പൂപ്പ ഉള്ള സമയത്ത് ഒരു സാധനം കൊണ്ടുപോയി ഒന്ന് രണ്ട് സാധനങ്ങൾ പുതിയത് കൊണ്ടുപോയി മേലിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വരുന്നതിന് തൊട്ട് മുമ്പേ താഴെ കൊണ്ടുവരാൻ നോക്കിയപ്പോഴത്തേക്ക് ആ പുതിയ സാധനങ്ങളൊക്കെ അവരടിച്ചുകൊണ്ട് പോയായിരുന്നു, ഈ ക്ലീൻ ചെയ്യാൻ വന്നവരൊക്കെ. കാരണം വേറെ ആരും ആ വീട്ടിൽ വരാറില്ല. എനിക്കാണെങ്കിൽ ഭയങ്കര മറവിയാണ്. ഞാൻ ഒരു സാധനം എവിടെ വെച്ചാന്ന് പറഞ്ഞ് ഓർമ്മയില്ല. ഞാൻ പണ്ട് അമ്മൂമ്മയുടെ അവിടെ വെളിയിൽ പോയി ഫുഡ് കഴിക്കാൻ പോയപ്പോൾ കടയിൽ പോയി ബിരിയാണി മേടിക്കാൻ വേണ്ടി പൈസ തന്നിട്ട് ഞാൻ ചേഞ്ച് പോലും മേടിക്കാത്ത ഒരാളാണ്. അങ്ങനെ അമ്മൂമ്മ നീ പൈസയുടെ ബാക്കി ചേഞ്ച് എവിടെയെന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ ഓർത്തത്. എന്നിട്ട് ആ കടയിലുള്ള പുള്ളി പോലും പറഞ്ഞില്ല ഞാൻ ചേഞ്ച് തന്നില്ല എന്നുള്ളൊരു കാര്യം. അപ്പം അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യം. ഞാൻ എല്ലാ കാര്യങ്ങളും എനിക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റത്തില്ല. പക്ഷെ അമ്മൂമ്മ അങ്ങനെയല്ല. അത് പോയി എടുക്കാൻ നോക്കിയപ്പോൾ അതുപോലും ഈ വന്നവരടിച്ചുകൊണ്ട് പോയി. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ അമ്മൂമ്മ വിളിച്ച് ഇങ്ങനെ ഡെയിലി കരച്ചിലും വിളിയും ഇതെനിക്ക് കേൾക്കാനുള്ള ഒരു ശേഷിയില്ല. എനിക്ക് ഒന്നാമത് ഈ ഡെലിവറി കഴിഞ്ഞതിൻ്റെ അതിൻ്റേതായ സ്ട്രെസ്സുണ്ട്. അങ്ങനെ ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ നല്ലൊരു ജോലിയായിരുന്നു. നല്ല ജോലി എന്ന് വെച്ചാൽ 8 മണിക്കൂർ ജോലിയിൽ അന്നത്തെ ദിവസം ജോലി മൊത്തവും ഞാൻ വേണമെന്ന് വിചാരിച്ചാൽ 1 മണിക്കൂറിനകത്ത് തീർക്കാൻ പറ്റും. അടുത്ത 7 മണിക്കൂർ ഫ്രീയാണ്. അങ്ങനത്തെ ജോലിയാണ് എൻ്റെത്. അതുമാത്രമല്ല ഞാൻ മാനേജ്മെൻറ്റ് ലെവലിൽ കയറിയായിരുന്നു. അപ്പോൾ മാനേജ്മെൻറ്റ് ലെവലിൽ കയറിയതുകൊണ്ട് അതിൻ്റേതായ പേ നല്ല രീതിയിൽ കൂടിയായിരുന്നു. അങ്ങോട്ട് ഞാൻ ടാക്സ് വരെ അടയ്ക്കേണ്ടി വന്നു $4000. 9,000 രൂപ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ എക്സ്ട്രാ ഉണ്ടാക്കിയതിന് ഞാൻ 4,000 അങ്ങോട്ട് ടാക്സ് അടയ്ക്കേണ്ടി വന്നത്. അങ്ങനെയൊക്കെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം എക്സ്ട്രാ ഉണ്ടാക്കിയത്. എന്നാലും എൻ്റെ കയ്യിൽ 5,000 എക്സ്ട്രാ ഉണ്ടെന്ന് വെച്ചിട്ട് ഞാൻ വിചാരിക്കുക 5,000 എക്സ്ട്രാ ഉണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് വീട്ടിലേക്ക് ഒരു വീട് മേടിക്കാൻ വേണ്ടി മുമ്പോട്ടേക്ക് മാറ്റി വയ്ക്കാം. ഇതൊക്കെയായിരുന്നു പ്ലാൻ. പക്ഷേ അതിൻ്റെ ഇടയ്ക്കാണ് അപ്പൂപ്പൻ ഇങ്ങനെ സംഭവിച്ചത്. അപ്പോൾ എന്നെ നോക്കി വളർത്തിയവർക്ക് അവസാനം പ്രായമായതിനു ശേഷം അവരെ നോക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തിനാ ഇത്രയും ഞാൻ പൈസ ഉണ്ടാക്കി അവർക്ക് അയച്ച് എന്തിനാ? എങ്കിൽ ഇവർക്ക് വല്ലതും പൈസ കൊടുത്തിട്ട് എന്നെ നോക്കിയാൽ പോരായിരുന്നോ? അതേപോലെ ഞാനും ഇനി അവസാനം ഞാനിപ്പോൾ മെറ്റേണിറ്റി ലീവ് ടൈം നോക്കി ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നേക്കുക. എന്നെക്കൊണ്ട് ഇവർക്ക് പറ്റുന്ന ഒരു ഹോം നേഴ്സും അല്ലെങ്കിൽ പറ്റുന്ന ഒരു സ്ഥിരം നിൽക്കാൻ പറ്റിയ ഒരു ജോലിക്ക് നിൽക്കുന്ന ഒരാളെ ഏർപ്പാട് ചെയ്ത് ഞാൻ വന്നപ്പോൾ ഈ വീട് എൻ്റെ പൊന്നെ ഈ വീട് മൊത്തവും കുളമായിരുന്നു. കുളമെന്ന് വെച്ചാൽ എനിക്ക് വീട് കണ്ടപ്പോൾ തല കറങ്ങുക. അമ്മാതിരി സാധനങ്ങളാണ് കൂട്ടി 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 വെച്ചേക്കുന്നത്. ഇതൊന്നും നമുക്ക് വൃത്തിയാക്കാൻ ഒരു ദിവസം പോലും വൃത്തിയാക്കി തീർക്കാൻ പറ്റത്തില്ല. ഞാൻ അതേപോലെ മാനേജ്മെൻറ്റ് ലെവൽ ജോലിയാണ് വെട്ടിട്ട് വന്നത്. യോജി